രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുകാലം നല്ല കാലമല്ല എന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് നല്ല കാലമായിരുന്നു, ഈ മോശം പ്രവർത്തികളുമായി നടക്കുന്ന ഒരാൾക്ക് അത് നല്ല കാലമായിരുന്നു എന്നും നമുക്ക് പറയാൻ വയ്യ. എന്തായാലും രാഹുലുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അത് അന്വേഷിക്കാനുള്ള തീരുമാനം, അതിൽ കേസെടുക്കുന്നു എന്ന തീരുമാനം ഇന്നലെ തന്നെ വന്നതാണ്. ഇപ്പോൾ അതിന്റെ തുടർ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴിയെടുക്കാൻ ഈ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റിനി ആൻഡ് ജോർജ് ആണ് ആദ്യം പരസ്യമായി വന്ന് ഇത്തരമൊരു പരാതി പറഞ്ഞത്. അപ്പോൾ ആ നടിയുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുപ്പിലേക്ക് അന്വേഷണ സംഘം ആദ്യം കടക്കുമെന്ന് കരുതുന്നു. പിന്നീട് നേരിട്ട് തന്നെ ഒരു പ്രത്യക്ഷമായ ഒരു പരാതിയുമായി വന്നത് അവന്തികയാണ്. ന്യൂസ് 18ലൂടെയാണ് അവന്തിക ആ പരാതി ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അവന്തികയുമായി ബന്ധപ്പെട്ടും മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നീട് ഹണി ഭാസ്കറിന്റെ തുറന്നു പറച്ചിലാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഹണിയുമായി ബന്ധപ്പെട്ടും മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം നീക്കം നടത്തുന്നു എന്നതാണ് നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ സമീപിക്കും അന്വേഷണ സംഘം എന്നത് മനസ്സിലാകുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൽ പരാതിക്കാർ മുന്നോട്ട് വരുമോ എന്നതാണ്. ഈ പരാതിക്കാരുടെ ശബ്ദ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതാണ്. അതിൽ പല വിധത്തിലുള്ള ഭീഷണികൾ, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതുൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഈ പരാതിക്കാർ രംഗത്ത് വന്ന് ഇത് പരാതിയായി നൽകാൻ അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകാൻ തയ്യാറാകുമോ എന്നതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അവരെ കണ്ടെത്താനും അവരിൽ നിന്ന് മൊഴിയെടുക്കാനും ഒക്കെയുള്ള നീക്കം അന്വേഷണ സംഘം നടത്തും എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ കേസ് നൽകാൻ ഇവർ തയ്യാറായില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ട് അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാം. അപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി അഥവാ വെല്ലുവിളി എന്ന് പറയുന്നത് പരാതിക്കാർ നേരിട്ട് രംഗത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. പരാതി ഇപ്പോൾ പല വിധത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ മുഖേനയൊക്കെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആദ്യം പോലീസിന് കിട്ടിയ നിയമോപദേശം എന്ന് പറയുന്നത് ഇതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നതാണ്. പക്ഷേ പിന്നീട് കേസെടുക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും റിപ്പോർട്ട് തേടുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് DGPയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് എന്നത് പറയുന്നത് ഒരു വെല്ലുവിളിയായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. എന്താണ് ഇങ്ങനെ നമ്മൾ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ പ്രേക്ഷകർക്ക് തന്നെ അറിവുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ തുറന്നു പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ തുറന്നു പറച്ചിൽ കേട്ട് കേരള സമൂഹം പോലും ഞെട്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ അത്രയധികം തുറന്നു പറച്ചിലുകൾ ആ കമ്മീഷന് മുന്നിൽ ആളുകൾ നടത്തിയിട്ട് പോലും പിന്നീട് ഇതിൽ അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്ന് ഒരു SIT രൂപീകരിച്ച് SIT ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ഈ വിഷയങ്ങൾ കോടതിയിലെത്തുകയും SIT സ്വയം കേസെടുത്തുകൊണ്ട് ഇത് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പരാതിക്കാർ പരാതി രേഖാമൂലം നൽകാൻ തയ്യാറാകുന്നില്ല. അവർക്ക് ഈ സംഭവങ്ങൾ ഇനി സിനിമയിൽ ആവർത്തിക്കപ്പെടരുത് എന്ന ഒരു തീരുമാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ നിയമ നടപടികളിലേക്ക് കടക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ കേസെടുക്കാൻ കഴിയാതെ SIT ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 35 കേസുകൾ, സ്വയം എടുത്ത 35 കേസുകൾ അങ്ങനെ SITക്ക് അവസാനിപ്പിക്കേണ്ടിയും വന്നു. ഈ കാര്യം കോടതിയെ രേഖാമൂലം പറയുമ്പോൾ പരാതി നൽകാൻ ആരെയും നിർബന്ധിക്കാനാകില്ല എന്നതാണ് കോടതി പോലും എത്തിപ്പെട്ട ഒരു നിഗമനം. അപ്പോൾ പരാതി നൽകുക എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പീഡന പരാതികളുമായി ബന്ധപ്പെട്ടൊക്കെ പരാതി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും നേരിടേണ്ടി വരുന്ന, പരാതി തുറന്നു പറഞ്ഞ റിനി ഉൾപ്പെടെയുള്ളവർക്ക് നേരിടേണ്ടി വരുന്ന വലിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യം പലരെയും പിന്നോട്ട് വലിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും സമാനമായ സാഹചര്യമാണ് പലരെയും പിന്നോട്ട് വലിച്ചത്. അത് 35 കേസുകളും എഴുതിത്തള്ളുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരുന്നു. അവിടെ കുറ്റക്കാരില്ലെന്നോ ആ പരാതിക്കാർ പറഞ്ഞ സംഭവങ്ങൾ നടന്നിട്ടില്ലെന്നോ ഒന്നും അർത്ഥമില്ല. പക്ഷേ രേഖാമൂലം പരാതിയില്ലാതെ, പരാതിക്കാർ മുന്നോട്ട് വരാതെ അതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നത് സാധ്യമല്ലാത്ത സാഹചര്യത്തിലാണ് അത് നിർത്തിവെക്കേണ്ടി വന്നത്. സമാനമായ സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികളുണ്ട്. പലരുടെയും ശബ്ദ സംഭാഷണങ്ങൾ നമ്മൾ കേട്ടു. അതുപോലും അങ്ങനെ പോലും പുറത്തു വരാത്ത പരാതികൾ ഉൾപ്പെടെയുണ്ട്. പക്ഷേ രേഖാമൂലം ആരെങ്കിലും പരാതി നൽകാൻ തയ്യാറാകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെയായാൽ മാത്രമേ ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ ഏറെ വെല്ലുവിളികൾ ഉള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങി വെച്ചിരിക്കുന്നത്.
പിന്നെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പ്രതിഷേധം തുടരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറുന്നത് കൂടി നമ്മൾ കാണുകയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിഷേധ സമരങ്ങളിലേക്കും പരസ്പര വെല്ലുവിളിയിലേക്കും ഏറ്റുമുട്ടലിലേക്കും വഴിമാറി എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. രാഹുൽ വിഷയത്തിൽ നിറം മങ്ങി നിന്ന ഷാഫി പറമ്പിൽ ഇന്നലെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിനെ തടയാൻ ശ്രമിച്ചതോടെ ആ പ്രതിഷേധത്തിലൂടെ തിരിച്ചുവരവിനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ വടകരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് രാഹുലിന് നേരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടാകുന്നത്. അവർ അധിക്ഷേപിച്ചു, അവർ സമരം ചെയ്തോട്ടെ, അവർ പ്രതിഷേധിച്ചോട്ടെ, പക്ഷെ തന്നെ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അതിനെതിരെ തിരിഞ്ഞത്. നടു റോഡിൽ ഷാഫി ഇറങ്ങി അവരെ നേരിടാൻ ശ്രമിക്കുന്നതും അവരോട് കയർക്കുന്നതുമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. സമരം ചെയ്യേണ്ടവർ ചെയ്യാം, അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു. പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടു പോകുന്നവരാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇതാണ് ഷാഫി പറമ്പിലിന് ഈ വിഷയത്തിൽ തിരിച്ചടിക്കാൻ ഒരു അവസരം നൽകിയ ഇന്നലത്തെ പ്രതിഷേധവും അതിനുശേഷം നടന്ന സംഭവങ്ങളുമാണ് കണ്ടത്. അതിന് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമൊക്കെ അവിടെ നടക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 11 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. പ്രതിഷേധ സൂചകമായി ഡിവൈഎഫ്ഐ നടത്തിയ റോഡ് ഉപരോധത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള കേസുകളൊക്കെ ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് ഈ സംഭവത്തിൽ പ്രതിഷേധവുമായി ക്ലിഫ് ഹൗസിന് മുന്നിൽ മാർച്ച് നടന്നു. ക്ലിഫ് ഹൗസിന് മുന്നിൽ മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കുകയും ചെയ്തു. 28 പേർക്കെതിരെയാണ് ഇന്നലെ രാത്രി ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിൽ 28 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. മഹിളാ കോൺഗ്രസ് നേതാക്കളായ വീണ എസ് നായർ, ലീന, DCC ജനറൽ സെക്രട്ടറി ശ്രീകല അടക്കമുള്ളവരാണ് ഇതിൽ പ്രതിയായിട്ടുള്ളത്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും അറസ്റ്റിലായ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്നലെ ഷാഫി പറമ്പിലിനെ തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടാണ് രാത്രി ഇത്തരമൊരു പ്രതിഷേധ മാർച്ച് ക്ലിഫ് ഹൗസിലേക്ക് ഉണ്ടാകുന്നത്. അതിലാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പിന്നെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം ഉന്നയിച്ചുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗൃഹസന്ദർശന ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വീടുകൾ കയറിയിറങ്ങി അവിടെ രാഹുലിന്റെ രാജിയുടെ അനിവാര്യത എന്ത് എന്ന് അവരെ ബോധിപ്പിക്കുന്നതിനുള്ള ഗൃഹസന്ദർശന പരിപാടികളാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്. എന്നിട്ടും ആ MLA-യെ സഹായിച്ച് നിർത്തി അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ആളെ VD സതീശൻ തുടരുന്നത്. കോൺഗ്രസിന് വേണ്ടാത്ത, യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത, നാടിനൊന്നും വേണ്ടാത്ത ഒരു MLA-യെ പാലക്കാടിന് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒന്ന് നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് 1 ഡസനോളം വരുന്ന പരാതികൾ ഇവിടെ പുറത്തു വന്നു. അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഒരു പെർവേർട്ടാണ്, അതിലുപരിയായി ക്രിമിനലാണ് എന്ന് ഇതിൽ പല തെളിയിക്കപ്പെടാനില്ല. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റിയത് കൊണ്ടോ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ആയില്ല. പാലക്കാട് പോലെ വളരെ സാധാരണക്കാരായ, നിഷ്കളങ്കരായ, ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ MLA ആയി തുടരാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിമിഷം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം എത്രയും വേഗം രാജിവെച്ച് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ സമരങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും മാത്രമല്ല, നേരിട്ട് ഈ മണ്ഡലത്തിലെ വീടുകളിൽ ചെന്ന് വോട്ടർമാരെ ചെന്ന് കാണുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. INTUC-യുടെ നേതൃത്വത്തിൽ എറണാകുളത്തെ മുകേഷിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. പ്രതിഷേധക്കാരെ പോലീസ് തടയുകയും മറ്റും ചെയ്തു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അരങ്ങേറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ബലാത്സംഗ പീഡന കേസുകളുടെ പേരിൽ
തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ ഒരു സമൂഹത്തിന്റെ അധപ്പതനം എന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ നമുക്ക്. നിങ്ങളാണോ ഞങ്ങളാണോ കൂടുതൽ പീഡിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത്ര കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളാണ് മുൻപിൽ തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നത് ഒരു സമൂഹത്തിനും ചേർന്നതല്ല, നല്ലതല്ല. നമുക്കറിയാം, ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഉണ്ടായിക്കൂടാത്ത വലിയ രീതിയിലുള്ള ഏറ്റവും മോശം തരത്തിലുള്ള പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യിൽ നിന്നുണ്ടായത്. അത് തുറന്നു കാണിക്കേണ്ടതായിരുന്നു, അത് തുറന്നു കാട്ടപ്പെട്ടു. ഒരു തരത്തിലും തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് നടപടികളിലേക്ക് കടന്നത്. പക്ഷേ മാതൃകാപരമായ നടപടി എന്ന് തന്നെ പറയാം. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഒരു MLA പുറത്താക്കുന്ന ശക്തമായ നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുവരെ കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷേ അതിനുശേഷം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഉണ്ടായ ഭീഷണിയുടെ സ്വരവും മറ്റ് ആരോപണ ഉന്നയിക്കലും ഒക്കെ അത് ഒരു മോശം സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ പീഡന കേസുകളുടെ എണ്ണം പറഞ്ഞല്ല രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തല്ലേണ്ടത്. ഇത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എതിർക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടുന്ന വിഷയമാണ്. അത് ഒരു സമൂഹത്തിനും വെച്ചു പൊറുപ്പിക്കാൻ പറ്റാത്ത വിഷയമായി കണ്ട് രാഷ്ട്രീയം മാറ്റി നിർത്തി വേണം ഈ വിഷയങ്ങളെ കാണാനും നേരിടാനും ഈ കുറ്റം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്താനും. അല്ലാണ്ട് ഇതിന്റെ വലിപ്പ ചെറുപ്പം നോക്കി പൊതുനിരത്തുകളിലുള്ള ഏറ്റുമുട്ടൽ അത് ഈ സമൂഹത്തിന് തന്നെ ഏറ്റവും മോശമായി ഭവിക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും ആ ബോധം ഉൾക്കൊണ്ട് ഈ വിഷയത്തെ സമീപിക്കണം എന്നതാണ് പറയാനുള്ളത്.